കെ ടി നേരത്തെ പറഞ്ഞ പോലെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിലേക്ക് വീണ്ടും പറഞ്ഞു വന്നത് ഒരു ക്രൈം നടക്കാൻ സാധ്യതയുള്ളിടത്ത് ഇടപെടുക എന്ന് പറയുന്നത് പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല റംഷാദെ. ഈ റംഷാദിനെ ഞാൻ കരുതുന്ന വേറൊരു കാര്യമാണ്, ഇത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തെങ്ങാണമായിരുന്നു ഈ പോലീസ് ഇങ്ങനെ കയറിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ സുജൂദ് നടക്കുന്ന സ്ഥലത്ത് അവിടെ കയറി നിങ്ങൾ എന്തായിരിക്കും ഇവിടെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും വേട്ടെ കെ ടി, എന്തായാലും കെ ടിയോടാണ് ചില ചോദ്യങ്ങൾ റംഷാദ് ചോദിച്ചത്. അത് ശബരിമല കൊള്ളയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വീണ്ടും വിഴിഞ്ഞവും, അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയിലും മതമേലധ്യക്ഷന്മാർക്കെതിരെ അതൊക്കെ പറഞ്ഞു വിട്ടതാണെങ്കിൽ പോലും ഒന്നുകൂടി താങ്കൾക്കത് പറഞ്ഞു പോകാം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ. അദ്ദേഹം അതിനൊന്നും മറുപടി പറയാത്തതുകൊണ്ട് അല്ല, അദ്ദേഹം പറയും, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ എന്താണ് വിഴിഞ്ഞത്ത് നടന്നത്, നമ്മൾ കേട്ടതല്ലേ. അത് വീണ്ടും എന്തിനാണ് ആ ചർച്ചയിലേക്ക് വരുന്നത്? പുരോഗമന പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആൾ തന്നെയാണ്. ശ്രീ കെ ടി, അല്ല, റംഷാദിനെ മനസ്സിലാകാത്തൊരു കാര്യം, ഈ മാടാക്കര പള്ളിയിൽ നമ്മളത് കോൺക്രീറ്റായിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യാം. മാടാക്കര പള്ളിയിൽ എന്തിനാണ് ഇസ്മായിലിൻ്റെയും അഷ്റഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പഴയ കമ്മിറ്റിക്കാർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് UDFൻ്റെ കുറ്റ്യാടി MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ളയുടെ പിന്തുണയോടുകൂടി അവിടെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന പുരോഹിതന് അവിടുത്തെ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് നിരന്തരമായി ഈ ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ള വിഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയാണ് ഈ മാടക്കര പള്ളി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 1000ഓളം വീടുകളുള്ളൊരു മഹലാണത്. ഓരോ വീട്ടിൽ നിന്നും 100 രൂപയാണ് അവർ പള്ളിക്ക് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പള്ളിക്ക് കോഴിക്കോട് നഗരത്തിൽ, ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലെ കൈരളിയുടെ ബ്യൂറോയിൽ ഇരുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ നഗരത്തിൽ കെട്ടിടങ്ങളുണ്ട്, അതിൻ്റെ പ്രതിമാസ വാടകയുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്, ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനമുണ്ട്. ഈ വരുമാനം മഹല്ല് കമ്മിറ്റിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ കണക്കും കയ്യുമില്ലാതെ കൈകാര്യം ചെയ്തവരാണ് പഴയ കമ്മിറ്റിക്കാർ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരെ പുറത്താക്കിയത്. ഇതേ ആരോപണമാണ് റംഷാദെ നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് അയോധ്യയിലെ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിനെതിരായിട്ട് ഉന്നയിക്കുന്നത്, നൃപേന്ദ്ര മിശ്രക്കും അതുപോലെ തന്നെ ചമ്പത് റായിക്കുമെതിരായിട്ട് ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു മിനി രൂപമാണ് ഈ ഇവിടെ ഈ മാടാക്കരയിൽ നടക്കുന്നത്. മാടാക്കരയിൽ നടക്കുന്നതാണ്, ഞാൻ പറഞ്ഞു നിർത്തട്ടെ, മാടാക്കരയിൽ നടക്കുന്നതാണ്. അപ്പം നമ്മൾ കാണേണ്ടത് വിശ്വാസികളുടെ ഒരാലയമാണ് മുസ്ലിം പള്ളിയായാലും ഹൈന്ദവ ക്ഷേത്രമായാലും ചർച്ചായാലും. ആ ആരാധനാലയങ്ങളിൽ തർക്കങ്ങൾ ഉയർന്നു വരുമ്പോൾ നിയമാനുസൃതമായ വഴികളിലൂടെ അത് പരിഹരിക്കണം. അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? എനിക്കും റംഷാദിനും നമ്മളെപ്പോലുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമുണ്ട്. നമ്മളെയെല്ലാം പ്രതികരിച്ച് അസംബ്ലിയിലും പാർലമെൻറ്റിലും പോയിരിക്കുന്ന മാന്യന്മാരുണ്ടല്ലോ, വടകര MP ഉണ്ടല്ലോ, അവിടുത്തെ MLA ഉണ്ടല്ലോ. ഇവർക്ക് പിറകിൽ ഈ എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും നേതൃത്വമായി വർത്തിക്കുന്ന പാറക്കൽ അബ്ദുള്ളയുണ്ടല്ലോ. അവർ ഈ കേരളീയ സമൂഹത്തോട് ഉത്തരം പറയണം. പള്ളിയിൽ ബൂട്ടിട്ട് കയറുക, നിസ്കാരപ്പയിൽ ചവിട്ടിക്കുരുട്ടുക, അവിടുത്തെ ആരാധനാ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുക, എന്നിട്ട് ചാനലിൽ വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി CPM ഭരിക്കുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കള്ളം പറയുക. വസ്തുതകളുടെ അടിസ്ഥാനവുമില്ല. കേരളത്തിലെ ഒരു ആരാധനാലയത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം പോലീസർ കയറിയിട്ടില്ല. റംഷാദെ, താങ്കൾ നുണ പറയരുത് ഇവിടെ. അങ്ങനെ നുണ പറഞ്ഞ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ അപരാധത്തെ, വിശ്വാസി സമൂഹത്തോട് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ മഹാപാതകത്തെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. ഇതൊരു തുടക്കമാണ്. കഴിഞ്ഞ 1994 AK ആന്റണി ഭരിക്കുന്ന സമയത്ത്, ഞാൻ പറയട്ടെ, താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ റംഷാദെ, അല്പക്ഷം 1994 AK ആന്റണി കേരളം ഭരിക്കുന്ന സമയത്താണ് ശിവഗിരിയിൽ കയറി. അവിടെ കൈവല്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു, ഇന്ന് ഗുരുദേവന്റെ ജന്മജയന്തിയാണ്, ജയന്തി ദിനമാണിന്ന്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അവിടുത്തെ ബ്രഹ്മവിദ്യാലയത്തെ എന്താണ് RSSന്റെ അജണ്ടയിൽ സിലബസിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. RSS പ്രചാരക്കായിരുന്ന കൈവല്യാനന്ദയെ അവിടെ കടത്തിക്കൊണ്ടുവന്നു. ആ കൈവല്യാനന്ദയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന RSS വൽക്കരണത്തിനെതിരായിട്ട് സ്വാമി ശാശ്വതികാനന്ദ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിലാണ്
അവിടെ സന്യാസിമാരുടെ വികാരത്തിന് നേരെ, സന്യാസിമാരുടെ വിശ്വാസപരമായ അവകാശത്തിന് നേരെ AK ആന്റണി RSSകാരനായ കൈവല്യാനന്ദ സ്വാമിക്ക് വേണ്ടി, കൈവല്യാനന്ദ സ്വാമിക്ക് വേണ്ടി കരുക്കൾ നിൽക്കിയത് ചെങ്കോട്ടുകോണ. റംഷാദ് മറക്കണ്ട, ഇവിടെ ജനൻ TV സ്ഥാപിക്കുന്നതിന് മൂലധന സമാഹരണം നടത്തിയ മാന്യനാണ് ഈ ചെങ്കോട്ടുകോണം സ്വാമി. ആ ചെങ്കോട്ടുകോണം സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് AK ആന്റണിയുടെ പോലീസുകാർ ശിവഗിരിയിൽ നടത്തിയ നരനായാട്ടിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സന്യാസിമാരെ അടിച്ചു വീഴ്ത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ സംബന്ധിച്ച് അന്നത്തെ കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന MS മണി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പേരിൽ. RSSന്റെ ഒരു ഗ്രാൻഡ് ഡിസൈനായിരുന്നു അത്. അവിടെ പിടിച്ചെടുക്കുക, ശിവഗിരി പിടിച്ചെടുക്കുക. അത്തരം താല്പര്യങ്ങൾ UDF ഭരിക്കുമ്പോൾ വ്യത്യസ്ത മതവിശ്വാസി സമൂഹങ്ങൾക്കകത്ത് UDFന്റെ പോലീസിനെ ഉപയോഗിച്ച് കടന്നുകയറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ആ കടന്നുകയറ്റങ്ങളുടെയൊക്കെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത്, വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായാൽ നിയമാനുസൃതമായ അതിൻ്റെ അനുരഞ്ജന സമവായ സംവിധാനങ്ങളുണ്ട്, അതുവഴി പരിഹരിക്കാൻ ശ്രമിക്കണം. പരിഹരിക്കേണ്ട ആൾ തന്നെ MLA ആണ്. അയാളെന്താണ്, ഒരു ഹൂളിഗാൻ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഈ ഇസ്മായിലിൻ്റെ അഷ്റഫിൻ്റെ ആളായിട്ട് നിൽക്കുക. ഈ അഷ്റഫ് ആരാണെന്നറിയോ? റംഷാദ് അവിടെ മാടാക്കര പോയെന്ന് അന്വേഷിക്കുക. ഈ അഷ്റഫ് പാറക്കൽ അബ്ദുള്ളയുടെ ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം ഒരു വലിയ സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കുന്ന 1000ഓളം മതവിശ്വാസികളുള്ളൊരു കുടുംബങ്ങളുടെ ഒരു മഹലിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് തടയേണ്ട ആളല്ലേ MLA? അത് തടയാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹത്തിന് തന്നെ കുടുംബ ബന്ധുക്കളല്ലേ അവിടെ പഴയ പള്ളി കമ്മിറ്റിയുടെ പേരിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് വടകരയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇപ്പോഴത്തെ മഹൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അത് തുറന്നു പറഞ്ഞല്ലോ, പാറക്കരത്തുള്ളവരുടെ പേര് പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംയമനത്തോടുകൂടി ഒരു നിലപാടെടുക്കുക. പിന്നെ വിശ്വാസികളുടെ തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. പാവപ്പെട്ട മാടാക്കര മഹലിലെ മുസ്ലിം മതവിശ്വാസി എന്ത് തെറ്റാണ് മിസ്റ്റർ ചെയ്തത്? താങ്കൾ എന്താണ് പറയുന്നത്? മാടക്കരയിലെ മതവിശ്വാസികൾ, മുസ്ലിം വിശ്വാസികൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ നബിദിനവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോയതാണോ? അവിടെ കുഴപ്പമുണ്ടാക്കിയത് വിശ്വാസികളല്ല, മുസ്ലിം ലീഗിൻ്റെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അപഹരണത്തിൽ പങ്കാളികളായിട്ടുള്ള കുറ്റവാളികളാണ്. കുറ്റവാളികളെ വിശ്വാസികളായി കാണാൻ കഴിയില്ല. RSSകാർ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണ്. നിർഭേന്ദ്ര മിശ്രയും ചമ്പത് റായിയും വിശ്വാസികളാണെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ അവരെ വിശ്വാസികളായി കാണില്ല. രാഹുൽ ഗാന്ധി അവരെ എന്തായാലും വിശ്വാസികളായി കണ്ടിട്ടില്ല. റംഷാദ് ഓർമ്മിച്ചോ? കോൺഗ്രസിനെ പ്രതികരിച്ചാണല്ലോ ഈ ചർച്ചയിൽ വരുന്നത്. അയോധ്യയിലെ പള്ളി ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളക്ക് സമാനമായ അതിൻ്റെ ചെറുരൂപങ്ങളാണ്, അതിൻ്റെ മിനിയേച്ചറുകളാണ് ഇവിടെ നടക്കുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കും ഇങ്ങനെയൊക്കെ നടന്നു എന്ന പഴയ ഒരു നെറേഷനിൽ നിന്നിട്ട് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനെതിരായി ഒരു മുസ്ലിം ആരാധനാലയത്തിലേക്ക് ബൂട്ടിട്ട കാലുകളുമായി പോലീസുകാരെ പറഞ്ഞയച്ച കുറ്റത്തിന്, ആ അപരാധത്തിന് നിങ്ങൾക്ക് ഒരു മാപ്പും കിട്ടില്ല. കേരളീയ സമൂഹത്തോട്, ജനാധിപത്യ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയണം. ഞങ്ങളൊക്കെ വിശ്വാസികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് പ്രവർത്തിക്കുന്നവർ എന്ന ബോധമുണ്ട്. വിശ്വാസത്തെയും അവരുടെ ആരാധനാവകാശങ്ങളെയും അംഗീകരിക്കുക എന്നത് പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് ഇന്നത്തെ കാലത്ത്. കാരണം സംഘപരിവാർ ഹിന്ദുത്വം എന്ന വിശ്വാസത്തിനപ്പുറത്ത് മറ്റൊരു വിശ്വാസത്തിനും നമ്മുടെ രാജ്യത്ത് സ്ഥലമോ സമയമോ പ്രവർത്തിക്കാനുള്ള അവസരമോ കൊടുക്കാതെ ആരാധനാലയങ്ങൾ പോലും തള്ളിപ്പൊളിക്കുന്നൊരു കാലമാണ്. ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ അടിച്ചോടിക്കുന്നൊരു കാലമാണ്. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലുമൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസികളെ വിമർശിക്കുന്നില്ല. ഈ താങ്കളുടെ പുരോഗമനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. താങ്കളുടെ പുരോഗമനം എന്താണെന്ന് എനിക്കറിയില്ല. പുരോഗമനം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്ത വിശ്വാസ സമൂഹങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കൂടി ഈ നാട്ടിൽ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിലെ പുരോഗമനം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നുള്ളതാണ്.